ADGPയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാർ, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി S സുജിത് ദാസ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവർക്ക് നേരെ കഴിഞ്ഞ ദിവസമാണ് ഇടത് MLA ആയ അൻവർ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. രാജ്യവിരുദ്ധ പ്രവർത്തികൾ സമൂഹത്തെ അറിയിക്കാൻ ഗതികേട് കൊണ്ട് താനും ഫോൺ സംഭാഷണം ചോർത്തിയെന്നും ഇതിന് സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണെന്നും പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നാലെ S സുജിത് ദാസുമായുള്ള പുതിയ ഫോൺ സംഭാഷണവും പുറത്തുവിട്ടു. താൻ മലപ്പുറം SP ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ചെന്ന പരാതിയിൽ നിന്ന് പിന്മാറാൻ സുജിത് ദാസ് അൻവറിനോട് ആവശ്യപ്പെടുന്നതായിരുന്നു ഫോണിൽ. സോളാർ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ ADGP MR അജിത് കുമാർ ആണെന്ന് PV അൻവർ തുറന്നടിച്ചിരുന്നു. അജിത് കുമാർ കൊലപാതകിയാണെന്നും സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും PV അൻവർ മാധ്യമങ്ങൾ മുമ്പാകെ ആരോപിച്ചു. ഇതോടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കുണ്ട്. അതേസമയം വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. കേരളത്തിലെ നമ്പർ 1 ക്രിമിനലാണ് ADGP അജിത് കുമാർ എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ആരോപിച്ചു. താനൂരിലെ കൊലയ്ക്ക് പിന്നിൽ സുജിത് ദാസ് ആണ്. സുജിത് ദാസിന് നിർദ്ദേശം നൽകിയത് അജിത് കുമാറാണ്. RSSുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിണറായി വിജയൻ പറഞ്ഞുവിട്ട രാഷ്ട്രീയ മൂന്നാമനാണ് അജിത് കുമാർ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരെ മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ തല്ലിച്ചതച്ച് നരനായാട്ട് നടത്തിയ പോലീസുകാർ ഓരോ അടിക്കും കണക്ക് പറയേണ്ടി വരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാർ എല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്നും നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഭരണപക്ഷ MLA ഉന്നയിച്ച കാര്യങ്ങൾക്ക് പോലും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.